എല്ലാത്തിനും ഒരു മറുവശമുണ്ട് മക്കളെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഈ വണ്ടി ഒന്ന് വന്നേരം വീട്ടിൽ കുറച്ച് പിന്നാരം ഉണ്ട്, അവരായിട്ടൊന്ന് പുറത്തു പോകാനാണ്. അത് ഞാൻ വേറെ സ്ഥലം വരെ പോകാറിയൊക്കെയാണ്. ഒഴിവില്ലടാ. ശരിടാ, എടാ ഞാൻ പോയിക്കോട്ടെ. എടാ അവൻ്റെ അടുത്ത് ഇല്ലാണ്ടില്ലടാ നിന്നോട് ആ വണ്ടി വന്ന് ചോദിച്ചത്. അവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ബ്രാക്ക് തോന്നിട്ട് പാടില്ല. എന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടാനാ. നിന്റെ അടുത്ത് പില്ലല്ലോ കൊടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുറെ തള്ളിയാനെ ഇപ്പൊ. എടാ ഈ കാറും കോപ്പൊക്കെ ഒരു പനിക്കില്ലാട്ട മോനെ. ആ പോക്ക് കണ്ടിട്ട് എനിക്ക് ബ്രാക്ക് തോന്നിട്ട് പാടില്ല. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തു വിട്ടാനാ. നിനക്ക് എന്ത് കോപ്പിരുന്നിട്ടാണ് നീ കൊടുത്തു വിട്ടേന്ന് പറയണത്? കുറെ നേരമായില്ല. നിനക്ക് വല്ലതുണ്ടാ? എന്റെ അടുത്തൊന്നുമില്ല. അല്ല പിന്നെ മിണ്ടാതിട്ട കോപ്പേ. ഓ എന്നാലും നീ തെളിയൂഷനാന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. അതെ, എനിക്ക് കാറും കൊണ്ട് സ്ഥലം വരെ പോകാനുണ്ട്. പക്ഷെ അങ്ങനെ കാർ പോകൂല. നീ ഈ സ്കൂട്ടർ ഒന്ന് എടുത്തോട്ടെ. നീ കൊണ്ടുപോയിക്കോടാ. പക്ഷെ നിന്നെ പോലുള്ള അഹങ്കാരം ഒന്നും എനിക്കില്ല. നീ എന്റെ വണ്ടി കൊണ്ടുപോയിക്കോടാ. നിങ്ങളുടെ എല്ലാ ധാരണകളും മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ലോക്ക് ചെയ്തോട്ടെ. നീ ലോക്ക് ചെയ്തോ. സ്കൂട്ടർ എടുത്തോണ്ട് പോയി. ശേഷം നടന്നത് ഞാൻ താമസിച്ചില്ല. ഇത് പാടത്താ പോയത്. എന്തൂര് ചെടിയാണിത്. അതിന് വെള്ളം ഒഴിച്ച് കഴിക്കാൻ പോകൂലേ? ഇതാര് കഴുകും? നീ കഴുകും. ഞാൻ കഴുകും. അത് ഭയങ്കര കഷ്ടമായി പോട്ടെ. എന്താണ് ഇതിന്റെ പെട്രോളും തീർത്താ? അത് ഞാൻ പെട്രോളും തീർത്തില്ല. ഞാൻ പമ്പി കയറിയില്ല. എടാ ഒരാളുടെ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു സാമാന്യ മര്യാദ ഉണ്ട്. മര്യാദ കാണിക്കണമെന്ന് അപ്പൊ നിനക്ക് അറിയാലോ. എടാ ആ മര്യാദ കാണിക്കാത്തവനാണ് ഇപ്പൊ എന്റെ അടുത്ത് ഈ വണ്ടി ചോദിച്ചാൽ അങ്ങോട്ട് പോയവൻ. എടാ അവൻ എന്റെ അടുത്ത് ഈ വണ്ടി 2-3 പ്രാവശ്യം കൊണ്ടുപോയിട്ടേ ഞാൻ എന്റെ ആവശ്യത്തിന് അടിച്ചിട്ട് ഡീസലും തീർത്ത് ഇതിന്റെ ഉള്ളിൽ പശുത്തൊഴുത്ത് പോലെ ആക്കിയാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കയറ്റിയിട്ടത്. ആ പിന്നെ നിന്റെ ഈ വണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുപോയതിന്റെ നിനക്ക് മനസ്സിലായ? എടാ എനിക്കിത് ആവശ്യമായിട്ട് കൊണ്ടുപോയതല്ല. ഇത് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ അനുഭവിച്ച് തന്നെ അറിയണം. എടാ ഇപ്പൊ ഇതിൽ പെട്രോൾ ഉണ്ടാ? ഇതിൽ മൊത്തം ചെളിയായി. ഇനി ഈ വണ്ടി വെച്ച് നീ എനിക്ക് തരുമോ? എന്റെ പൊന്നേ ഞാൻ തരൂല. ആ അതാണ്. എടാ നമ്മളെ പോലുള്ള ഒരു ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇതിനെ പോലുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യുന്നത്. ഈ സഹായം പറ്റണോന്ന് അതേപോലത്തെ ഒരു മര്യാദ നമ്മളോട് തിരിച്ചു കാണിക്കണമല്ല. കാണിക്കാത്തവന്റെ ഗതി ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാതെ മറ്റുള്ളവരെ കയറി കുറ്റപ്പെടുത്തണ പരിപാടിയാണ് നിർത്തിച്ചോ. എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയാട്ടാ ഈ ഒരു വീഡിയോ. സത്യമായ കാര്യങ്ങൾ തന്നെ അല്ലേ? എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവും ഇതേപോലെ ഒരാൾ. നമ്മൾ കൊടുക്കുന്നത് അത് മുതലാക്കാൻ വേണ്ടി മാത്രമായിട്ട് വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല. സ്ഥിരം ഈ പരിപാടി കാണിച്ചെടുക്കുന്ന പലരും ഉണ്ട് കേട്ടാ, അത് മുതലെടുക്കുന്നവർ.